നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പശ്ചിമഘട്ടത്തിന്റെ ഗഹനമായ വനങ്ങളിൽ കുടജാദ്രിയിൽ തപസ്സിലായിരുന്നു ആദിശങ്കരാചാര്യർ. അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിൽ ഒരു സരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രം വേണമെന്ന്. അതായത് ജ്ഞാനത്തിന്റെ ദേവിയായ മൂകാംബിക ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. ദീർഘമായ തപസ്സിനൊടുവിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു. അതീവ സന്തുഷ്ടനായ ശങ്കരാചാര്യർ ദേവിയെ നാട്ടിലേക്ക് ക്ഷണിച്ചു. അത് കേട്ട ദേവി ശങ്കരാചാര്യരോട് പറഞ്ഞു, ഞാൻ നിന്റെ പിന്നാലെ വരാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്ത് സംഭവിച്ചാലും നീ തിരിഞ്ഞു നോക്കരുത്. നീ മുന്നോട്ട് നടക്കുമ്പോൾ എന്റെ ചിലമ്പിന്റെ ശബ്ദം നിനക്കൊപ്പമുണ്ടാകും. അങ്ങനെ ആ യാത്ര ആരംഭിച്ചു. മലകളും കാടുകളും നദികളും പിന്നിട്ട് ശങ്കരാചാര്യർ മുന്നോട്ട് നടക്കുമ്പോഴും പിന്നിൽ ദേവിയുടെ ചിലമ്പൊലി മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അഗ്നിതീർത്ഥം എന്ന പുഴയുടെ തീരത്തെത്തിയപ്പോൾ അപ്രതീക്ഷിതമായ ചിലമ്പിന്റെ ശബ്ദം നിലച്ചു. ഒരു നിമിഷം ശങ്കരാചാര്യരുടെ മനസ്സിൽ അമ്മ ഇപ്പോഴും പിന്നാലെ ഉണ്ടോ എന്ന സംശയം നിറഞ്ഞു. ആ ആശങ്കയിൽ അദ്ദേഹം തിരിഞ്ഞു നോക്കി. അതുതന്നെയായിരുന്നു നിബന്ധന ലംഘിക്കപ്പെട്ട നിമിഷം. ദേവി അവിടെ തന്നെ നിലച്ചതിന് ശേഷം ശാന്തമായി അരുൾ ചെയ്തു, നീ വിശ്വാസം തെറ്റിച്ചു. ഇനി ഞാൻ കേരളത്തിലേക്ക് വരില്ല. ഞാൻ ഇവിടെ തന്നെ പ്രതിഷ്ഠയാകും. അവിടമാണ് സൗവർണികയുടെയും അഗ്നിതീർത്ഥത്തിന്റെയും ഇടയിലുള്ള കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അത് കേട്ട് ശങ്കരാചാര്യർ വിങ്ങിപ്പൊട്ടി. അമ്മ കേരളത്തിലേക്ക് എഴുന്നള്ളണമെന്ന് കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ ദേവി ഒരു അനുഗ്രഹമായി പറഞ്ഞു, എന്നെ തേടി വരുന്ന ഭക്തർക്കായി എല്ലാ ദിവസവും രാവിലെ 7:30 മണിവരെ എന്റെ സാന്നിധ്യം ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലുണ്ടാകും. ഇന്നും ഭക്തർ വിശ്വസിക്കുന്നു, കൊല്ലൂരിലെ അമ്മയുടെ ദിവ്യ സാന്നിധ്യം പ്രഭാത സമയത്ത് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലും അനുഭവിക്കാമെന്ന്. ഒരു യാത്ര, ഒരു വിശ്വാസം, ഒരു തിരിഞ്ഞുനോട്ടം, അതിൽ നിന്നും ജനിച്ച ഒരു ഇതിഹാസം.